താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് പ്രവർത്തനാനുമതി ലഭിച്ചതിന് പിന്നാലെ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ. പ്ലാന്റിന്റെ 300 മീറ്റർ ചുറ്റളവ്, പ്ലാന്റിനും അമ്പായത്തോടിനും ഇടയിലെ റോഡിന്റെ ഇരുവശത്തുമുള്ള 50 മീറ്റർ പ്രദേശം, അമ്പായത്തോട് ജംഗ്ഷന്റെ 100 മീറ്റർ ചുറ്റളവിലുമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. പ്ലാന്റിന് പ്രവർത്തനാനുമതി ലഭിച്ചതോടെ സമരവുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ഫ്രഷ് കട്ട് പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനുമായാണ് ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഇന്നു മുതൽ 7 ദിവസത്തേക്കാണ് നിരോധനാജ്ഞ. ഇതുപ്രകാരം ഈ പ്രദേശങ്ങളിൽ 4 അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമോ പൊതുപരിപാടികളോ പ്രകടനങ്ങളോ നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്ത് പോലീസ് നിരോധനാജ്ഞ അനൗൺസ്മെന്റ് ആരംഭിച്ചു. ഫ്രഷ് കട്ട് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇറച്ചിപ്പാറ എന്ന സ്ഥലത്ത് 300 മീറ്റർ ചുറ്റളവിലും അമ്പായത്തോടിൽ നിന്നും പ്ലാന്റിലേക്കുള്ള റോഡിന്റെ ഇരുവശത്തുമുള്ള 50 മീറ്റർ ചുറ്റളവിലും അമ്പായത്തോട് ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ ചുറ്റളവിലും 4 അതിലധികമോ ആളുകൾ കൂട്ടം കൂടുന്നത് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം നിരോധിച്ചിരിക്കുന്ന വിവരം ഏവരെയും അറിയിച്ചുകൊള്ളുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ഫാക്ടറിക്ക് തുറക്കാൻ അനുമതി നൽകിയത്. പോലീസ് സുരക്ഷ ഉറപ്പാക്കിയ ശേഷമേ സ്ഥാപനം പ്രവർത്തനം തുടങ്ങുമെന്ന് ഫ്രഷ് കട്ട് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുന്ന ദിവസം മുതൽ സമരം പുനരാരംഭിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. മുൻപ് സമരം നടത്തിയിരുന്ന അമ്പലമുക്കിൽ പന്തൽ കെട്ടി സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. അതേസമയം ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. 14 പേരെയാണ് ഈ കേസിൽ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മീഡിയ 1 കോഴിക്കോട്.